നീറ്റ് ആസ്പിറൻസിന് ഒരു ഹാപ്പി ന്യൂസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ഒരു നീറ്റ് ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള NMCയുടെ ഈ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഫീൽഡിൻ്റെ ഒക്കെ ക്വാളിറ്റി കൂട്ടാനും ഡിമാൻഡ് കൂടിയത് കൊണ്ട് കൂടിയിട്ട് നമ്മുടെ UG PG സീറ്റ്സിൻ്റെ എണ്ണം കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ UG PG സീറ്റ്സിൻ്റെ എണ്ണം കൂട്ടുന്ന സമയത്ത് നമുക്ക് ഫാക്കൽറ്റീസും വേണം അല്ലേ, അതായത് ആ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സും വേണം. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടെ ഈ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ എ ലാൻഡ്മാർക്ക് മൂവ് ടു അഡ്രസ് ദ ഗ്രോയിങ് ഡിമാൻഡ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതിന് വേണ്ടിയിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC ഹാസ് നോട്ടിഫൈഡ് ദ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് 2025. അപ്പം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷൻസും അതിൽ വന്നിട്ടുള്ള ചേഞ്ചസും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദീസ് റെഗുലേഷൻസ് ബ്രോട്ട് ഇൻ ബൈ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് അണ്ടർ NMC ആർ ഡിസൈൻഡ് ടു വൈഡൻ ദ പൂൾ ഓഫ് എലിജിബിൾ ഫാക്കൽറ്റി ആൻഡ് ഫെസിലിറ്റേറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ്സ് ഇൻ മെഡിക്കൽ കോളേജ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിൽ മൊത്തമായിട്ട് UG PG സീറ്റ്സുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യസ് ഹെൽത്ത് കെയർ സിസ്റ്റം അണ്ടർഗോയിങ് സിഗ്നിഫിക്കൻറ്റ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസിങ് എ വിഷൻ ടു ആഡ് 75,000 ന്യൂ മെഡിക്കൽ സീറ്റ്സ് ഓവർ ദ നെക്സ്റ്റ് 5 years. ഇനി വരുന്ന 5 വർഷം കൊണ്ടായിരിക്കും നമ്മളുടെ ഈ UG PG സീറ്റ്സ് നമ്മൾ 75,000 ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ എനേബിളിംഗ് ഫാക്കൽറ്റി ഫ്രം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നോൺ ടീച്ചിങ് ഗവൺമെൻറ്റൽ ഹോസ്പിറ്റൽസും ഉണ്ട്, ടീച്ചിങ് ഗവൺമെൻറ്റൽ ഹോസ്പിറ്റൽസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റൽസിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ അവിടെ എന്തുണ്ടാകും, മെഡിക്കൽ കോളേജുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. അപ്പം നോൺ ടീച്ചിങ് ഗവൺമെൻറ്റൽ ഹോസ്പിറ്റൽസ് വിത്ത് 220+ ബെഡ്സ്, ഓക്കെ, അങ്ങനെ മെഡിക്കൽ കോളേജുകൾ അറ്റാച്ച്ഡ് അല്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ലേ, അവിടെ 220+ അധികം ബെഡ്സ് ഉണ്ടെങ്കിൽ നൗ ബി ഡെസിഗ്നേറ്റഡ് ആസ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുട്ടികളെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ 220 കൂടുതൽ ബെഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിട്ട് മാറ്റാം, ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറാൻ വേണ്ടി പറ്റും. എക്സിസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ് വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് അസോസിയേറ്റ് പ്രൊഫസർ. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ ഒരു 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്തായിട്ട് മാറും, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആയിട്ട് മാറും. ആൻഡ് ദോസ് വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആയിട്ട് മാറാം. അതായത് അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി അത് കൂടാതെ സീനിയർ കൺസൾട്ടൻറ്റ് വിത്ത് 3 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടും. ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് 6 years ആണെങ്കിൽ അവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. അത് കൂടാതെ ഈ പറയുന്ന രീതിയിൽ കൗണ്ടിങ് ദ ടീച്ചിങ് എക്സ്പീരിയൻസ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടീച്ചിങ് എക്സ്പീരിയൻസിനനുസരിച്ച് ഓരോ ഇതായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള നീറ്റ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. കാരണം നിങ്ങളിനി MBBS കഴിഞ്ഞ് നിങ്ങൾ PGയിലേക്ക് വരുമ്പോൾ, അത് നമുക്കറിയാം MBBS കഴിഞ്ഞ് PGയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ PG സീറ്റ്സിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്, പക്ഷേ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. കാരണം ഈ ഒരു മാറ്റം വരാൻ പോകുന്നത് നെക്സ്റ്റ് 5 yearsനുള്ളിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചൊരു MBBS ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ആ MBBS നിങ്ങളുടെ ആ ഒരു 5.5 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ PG സീറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ മക്കളെ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ്സിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലത്തെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.